ഛത്തീസ്ഗഡിൽ വീണ്ടും ക്രിസ്ത്യൻ വിശ്വാസികളുടെ വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും നേരെ RSS ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ആക്രമണങ്ങൾ തുടങ്ങിയതായുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഡിസംബർ 15 മരണപ്പെട്ട വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത സംഘർഷങ്ങളിൽ നിരവധി ക്രിസ്ത്യൻ വിശ്വാസികളുടെ വീടുകളും ആരാധനാലയങ്ങളും അഗ്നിക്കിരയാക്കിയിരിക്കുകയാണ് ഹിന്ദുത്വ സംഘടനകൾ. ഛത്തീസ്ഗഡിൽ ഇപ്പോഴും തുടരുന്ന ന്യൂനപക്ഷ വേട്ടയുടെ പുതിയ അധ്യായത്തെക്കുറിച്ച് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിൽ ഡിസംബർ 15 മരണപ്പെട്ട ചമ്ര റാം എന്ന വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടാണ് പുതിയ സംഘർഷങ്ങൾ. ചമ്ര റാമിന്റെ മകൻ രാജ്മാൻ സലാം വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. അതിനാൽ തന്നെ പിതാവിന്റെ മൃതദേഹം ഹൈന്ദവാചാരപ്രകാരം സംസ്കരിക്കാൻ തുടക്കത്തിൽ ഹൈന്ദവ വിശ്വാസികൾ തയ്യാറായില്ല. പിന്നാലെ രാജ്മാൻ ക്രിസ്ത്യൻ ആചാരപ്രകാരം പിതാവിന്റെ മൃതദേഹം സംസ്കരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് RSS ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർപ്പുമായി എത്തുകയും സംഘർഷമുണ്ടാക്കുകയും ചെയ്തത്. ഡിസംബർ 16 രാജ്മാൻ സലാം തങ്ങളുടെ സ്വകാര്യ ഭൂമിയിൽ പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രിസ്ത്യൻ ആചാരപ്രകാരം നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഉടൻ തന്നെ ഹിന്ദുത്വ സംഘടനകളുടെ നേതൃത്വത്തിൽ ചിലരെത്തി ചടങ്ങ് തടസ്സപ്പെടുത്തി. മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ ആരംഭിച്ചതോടെ കുടുംബം ചടങ്ങുകൾ നിർത്തിവെച്ചു. ആക്രമണത്തിൽ രാജ്മാൻ സലാമിന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പരിക്കേൽക്കുകയും ചെയ്തു. സംഭവ സമയത്ത് സ്ഥലത്ത് പോലീസ് ഉണ്ടായിരുന്നുവെങ്കിലും അവർ അക്രമികളെ തടഞ്ഞില്ല. പകരം രാജ്മാൻ സലാമിന്റെ ബന്ധുക്കളെ ചടങ്ങിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. പിന്നീട് RSS പ്രവർത്തകർ പോലീസിനെയും ആക്രമിക്കാൻ തുടങ്ങിയതോടെ മാത്രമാണ് അവർ വിഷയത്തിൽ ഇടപെട്ടത്. പിന്നീട് അക്രമികൾ പിന്തിരിഞ്ഞു പോയതോടെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിച്ചു. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ചമ്ര റാമിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ചില ഗ്രാമവാസികൾ രംഗത്തെത്തി. നേരത്തെ സംഘർഷമുണ്ടാക്കിയ സംഘടനകളുടെ പ്രേരണയാൽ അവർ പരാതി നൽകുകയും ചെയ്തു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം പുറത്തെടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനും കൂടുതൽ പരിശോധനകൾ നടത്താനും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു. ഉടൻ തന്നെ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. മൃതദേഹം പുറത്തെടുത്തതിന് പിന്നാലെ സംഘപരിവാർ ആക്രമണം കൂടുതൽ ശക്തമാക്കി. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വീടുകൾക്കും ആരാധനാലയങ്ങൾക്കും അവർ തീവച്ചു. ക്രിസ്തുമത വിശ്വാസികളെയും പുരോഹിതരെയും മർദ്ദനത്തിനിരയാക്കി. ഈ സംഘർഷങ്ങൾക്കിടയിൽ അക്രമികൾ മൃതദേഹം കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തു. ആക്രമണങ്ങൾ തടയുന്നതിനു വേണ്ടി പോലീസോ ഭരണകൂടമോ നടപടിയെടുത്തില്ല എന്നും മരണപ്പെട്ട വ്യക്തിയുടെ മകൻ രാജ്മാൻ സലാം പറയുന്നു. അവരുടെ പാരമ്പര്യങ്ങൾക്കനുസരിച്ച് മൃതദേഹം സംസ്കരിക്കാനും ചടങ്ങുകൾ നടത്താനും തങ്ങൾ തയ്യാറാണെന്നും എന്നാൽ തങ്ങളുടെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടാകണമെന്നാണ് രാജ്മാൻ സലാമിന്റെയും ബന്ധുക്കളുടെയും ആവശ്യം. മംഗുറാം സുഗു എന്നീ 2 പേരുടെ നേതൃത്വത്തിലുള്ള 500ഓളം വരുന്ന സംഘമാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ദ വയറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇവർ RSS ബജ്രംഗ് ദൾ എന്നീ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടാതെ ഹിന്ദു ജാഗരൺ മഞ്ച് എന്ന ഹിന്ദുത്വ സംഘടനയും ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ സംഘടനയുടെ കീഴിലാണ് പ്രദേശത്ത് പരിവർത്തിത ക്രൈസ്തവർക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ നടക്കാറുള്ളത്. ഇതാദ്യമായല്ല ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിന്ദുത്വ സംഘടനകൾ കലാപം സൃഷ്ടിക്കുന്നത്. 2025 നവംബറിൽ മാത്രം കാങ്കർ, ബലോദ് ജില്ലകളിലായി സമാനമായ 3 സംഘർഷങ്ങൾ സംഘപരിവാർ സംഘടനകൾ നടത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ ഒരു കണക്കനുസരിച്ച് 2024 മാത്രം 50-ലധികം സംഘർഷങ്ങൾ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഛത്തീസ്ഗഡിൽ നടത്തിയിട്ടുണ്ട്. 2022-23 കാലയളവിൽ നാരായൺപൂർ, കൊണ്ടഗാവ് ജില്ലകളിലായി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുമുണ്ട്. ഇതിന്റെ ഭാഗമായി 1000-ലധികം പേർക്കാണ് തങ്ങളുടെ ഗ്രാമങ്ങളിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്.